കാറ്റിൻ്റെ താളത്തിനൊത്ത് തലയിട്ടാട്ടി നൃത്തം ചവിട്ടി നിൽക്കുന്ന ഈ സുന്ദരി പൂക്കുലകൾ നിങ്ങൾക്കിഷ്ടമായില്ലേ കൂട്ടുകാരെ? എന്തു ഭംഗിയാണല്ലേ! എന്താണ് ദൈവത്തിൻ്റെ ഒരു കരവിരുത്! ഇത്രയും മനോഹരമായ പൂക്കളെ സൃഷ്ടിച്ച ദൈവത്തിനെ എങ്ങനെ പുകഴ്ത്താതിരിക്കും? എന്ത് ഭംഗിയാണ് ഈ പൂക്കുലകളെ കാണാനായിട്ട്. അതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 3 കളർ പൂക്കളുണ്ട്. വൈറ്റ്, ലൈറ്റ് പിങ്ക് ആൻഡ് ഡീപ്പ് റെഡ്, അല്ലെങ്കിൽ മെറൂണിഷ് റെഡ് എന്ന് പറയാം. അങ്ങനെ മനോഹരമായ ബഞ്ചസ് ഓഫ് ഫ്ലവേഴ്സ്. ഈ ചെടി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് റംഗൂൺ ക്രീപ്പർ. നല്ല മനോഹരമായൊരു പൂച്ചെടി തന്നെയാണ്, ഒരു സംശയമില്ല. നമ്മുടെ ഗാർഡന് ഇത്രയും മനോഹരമായ പൂക്കൾ തരുന്ന വേറെ ചെടികൾ നമുക്ക് ഓരോ ചെടി കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഓരോ പൂക്കളെ കാണുമ്പോഴും എത്ര വൈവിധ്യത്തോടു കൂടിയാണ് ദൈവം, ആ കലാകാരൻ, ഈ പൂക്കളെയും ഈ പ്രപഞ്ചത്തെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഒരു അതിശയം തന്നെയാണ്. വാസ്തവത്തിൽ അത് പറയാതിരിക്കാൻ വയ്യ. എത്ര മാജിക്കാണ് ദൈവത്തിൻ്റെ ആ കരസ്പർശം ഏറ്റിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇവയെല്ലാം. ഈ പൂക്കൾ വിരിഞ്ഞു നിന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസും തുമ്പികളും ഒക്കെ അതിൻ്റെ ഹണി, തേൻ നുകരാനായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗാർഡനൊക്കെ ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ്സാണ് ഇവ. ഈ പൂക്കൾ വിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒന്ന് നോക്കിപ്പോവും, ഏത് ചെടിയാണതെന്ന് ചോദിക്കും. അതായത് ഇതിൻ്റെ പേരാണ് ക്വിസ്കാലിസ് ഇൻഡിക്ക, അല്ലെങ്കിൽ റംഗൂൺ ക്രീപ്പർ. മനോഹരം തന്നെയാണ് ഈ പൂ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഈ ഇത്രയും ബഞ്ചസ് ഓഫ് ഫ്ലവേഴ്സ് ആകുമ്പോൾ അത് ട്യൂബുലാർ ഫ്ലവേഴ്സാണ് കേട്ടോ. ഒരു നീളമുള്ള ഒരു സ്റ്റോക്ക് പോലെ വന്നിട്ടാണ് അതിൻ്റെ എൻഡിൽ ഫ്ലവർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് തുടക്കത്തിൽ അതിൻ്റെ ബഡ് കാണുമ്പോൾ അറിയാം, ബഡ് വൈറ്റ് കളറാണ്. തുടങ്ങുമ്പോൾ വൈറ്റ് കളറിൽ വിരിഞ്ഞു തുടങ്ങുമ്പോൾ വൈറ്റും, പിന്നീട് ലൈറ്റ് പിങ്കും, പിന്നീട് ഡീപ്പ് മെറൂണിഷ് റെഡും ഒക്കെ ആയിട്ടാണ് ഈ ഫ്ലവർ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു 3 തരം കളറ് വരുന്നതുകൊണ്ട് എന്തോ ഒരു മാജിക്കാണ് ഈ പൂവിനെ കാണാനായിട്ട്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ. ഗാർഡൻ ഇതുപോലെ ബെസ്റ്റ് പ്ലാന്റ്സ് എന്നൊക്കെ വേറെ ഒന്നും ഇല്ല തന്നെ. മണവും ഉണ്ട് ഈ പ്ലാന്റ്സിന്, ഈ ഫ്ലവറിന് മണവും ഉണ്ട്. ബട്ടർഫ്ലൈസിനെയും ബീസിനെയും ഒക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള പൂക്കൾ തന്നെയാണിത്. അപ്പോൾ അത് കാണാനാണെങ്കിലോ ഇത്രയേറെ ഭംഗിയുള്ള പൂക്കുലകൾ. നമുക്ക് അബണ്ടൻസ് ഓഫ് ഫ്ലവേഴ്സാണ് അല്ലേ. അപ്പോൾ അത്രയും ഫ്ലവേഴ്സ് അതിലിങ്ങനെ വന്ന് ഓരോ ബഞ്ചിലും വന്ന് കിടക്കുമ്പോൾ കാറ്റത്തൊക്കെ അതിങ്ങനെ ആടിയാടി തലയിട്ടാട്ടിയൊക്കെ നിൽക്കുമ്പോൾ എന്ത് രസമാണ് ഇവയെ കാണാനായിട്ട്. ഈ പ്ലാനിനെ കുറിച്ചൊരു ലോങ് വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ